പൂരം എഴുന്നള്ളിപ്പിൽ ആനകൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് പാലിക്കേണ്ട ദൂരപരിധി 6 മീറ്ററാക്കി ഹൈക്കോടതി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എങ്ങനെ എഴുന്നള്ളിക്കാൻ സാധിക്കുമെന്നും കോടതി ചോദിച്ചു. ആന ഫിറ്റാണെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ വെറ്ററിനറി ഓഫീസറുടെ വിശ്വാസ്യതയിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഇനി തൃശൂർ പൂരത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സാഹചര്യം, ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ചോദ്യവുമായി മുന്നോട്ട് വരുന്നത്? എന്താണ് ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങൾ? ഈ പൂരവുമായി ബന്ധപ്പെട്ട് ആനകളുടെ എഴുന്നള്ളിപ്പിൽ കോടതി ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് കോടതി ചോദിച്ച ചോദ്യങ്ങൾ ഇപ്രകാരമാണ്. പൂരത്തിന് ആനകളും പൊതുജനവും തമ്മിലുള്ള അകലപരിധി അത് സർക്കുലർ വഴി 50 മീറ്റർ പരിധിയിൽ ഇളവ് വരുത്തിയെന്ന് വനം വകുപ്പ് ഇന്ന് കോടതിയെ അറിയിച്ചു. സുരക്ഷിതമായ അകലം പാലിക്കണമെന്നാണ് പുതിയ ഉത്തരവെന്നും സർക്കാർ പറയുകയുണ്ടായി. CCFന്റെ സർക്കുലർ സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 10 മീറ്ററെങ്കിലും അകലം അനിവാര്യമാണെന്ന് അമിക്കസ് ക്യൂറി പറയുകയും ചെയ്തു. തീവട്ടിയും ആനയും തമ്മിൽ 5 മീറ്റർ അകലം വേണമെന്നും അമിക്കസ് ക്യൂറി ഇന്ന് കോടതിയെ അറിയിച്ചു. പൊതുജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് നിലവിലിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിപ്പിക്കുന്നതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രാമചന്ദ്രനെ എങ്ങനെ പൂരത്തിന് എഴുന്നള്ളിക്കാനാകും എന്നും മതം ഉൾപ്പെടെയുള്ളവ രണ്ടാമത്തെ കാര്യമാണെന്നും ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും ഇന്ന് കോടതി പറയുകയുണ്ടായി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഉത്തരവാദിത്തം വനം വകുപ്പ് ഏറ്റെടുക്കണമെന്ന് കോടതി പറഞ്ഞു. പക്ഷേ രേഖകൾ പരിശോധിച്ച ശേഷം തങ്ങൾ മറുപടി പറയാം, ഇതായിരുന്നു ഇന്ന് വനം വകുപ്പ് നൽകിയ മറുപടി. 10 മീറ്റർ ഒരു ദൂരപരിധി വെക്കണമെന്നുള്ള അമിക്കസ് ക്യൂറിയുടെ ഒരു ആവശ്യം അത് അംഗീകരിക്കില്ല എന്ന് പാറമേക്കാവും പറഞ്ഞിട്ടുണ്ട്. വാദം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അന്തിമ ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ശ്രീകാന്ത്, ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്ന, നേരത്തെയും ഈ തൃശ്ശൂർ പൂരത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്ന വിഷയത്തിലൊക്കെ ആനയുടെ ആരോഗ്യം സംബന്ധിച്ചൊക്കെ നേരത്തെയും ഇത്തരത്തിലുള്ള ആശങ്കകൾ മുൻപും പൂരം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ കോടതി ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം സംബന്ധിച്ചൊരു ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ അത് പൂരപ്രേമികൾക്ക് ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ പൂരത്തിന് ഏതെങ്കിലും തരത്തിലൊരു തടസ്സമോ അങ്ങനെ എന്തെങ്കിലും ഒരാശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ ശ്രീകാന്ത്? കോടതി ഇന്ന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് കടുത്ത നിലപാടാണ്. അക്കാര്യത്തിൽ ഒരു ഇളവും വരുത്തിയിട്ടില്ല കോടതി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്നതിൽ കോടതി സംശയം പ്രകടിപ്പിക്കുന്നു. എങ്ങനെയാണ് ഈ ആനയെ പൂരത്തിന് എഴുന്നള്ളിക്കുക എന്ന് ചോദിക്കുന്നു. മതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടാമതാണെന്നും ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും കോടതി പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു ജീവൻ പോലും നഷ്ടപ്പെടാനാകില്ലെന്നും ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഉത്തരവാദിത്വം വനം വകുപ്പ് ഏറ്റെടുക്കണമെന്നും പറയുന്നു. പക്ഷെ വനം വകുപ്പ് പോലും അക്കാര്യത്തിൽ ഒരു ഉറപ്പ് പറയുന്നില്ല. ഈ രേഖകൾ പരിശോധിച്ച ശേഷം തങ്ങൾ മറുപടി പറയാം എന്നാണ് അവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വാദം നടക്കുന്നത് കണ്ടിട്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ പൂരത്തിനുണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷെ അത് കോടതിയാണ് പറയേണ്ടത്. ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. ഉച്ചയ്ക്ക് മുമ്പ് വാദം പൂർത്തിയാക്കി ഉത്തരവിറങ്ങാനാണ് സാധ്യത. ശരി, ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.